തുടക്കമല്ലേ പോക മനസ്സിലാവും. ഇപ്പൊ എനിക്ക് മനസ്സിലായി. സംതിങ് മോർ ദാൻ എ ടിപ്പിക്കൽ അമൽ നീരദ് മൂവി. ചാക്കോച്ചൻ അമൽ നീരദിന്റെ പടത്തിൽ വരുമ്പോൾ ഈ ചോക്ലേറ്റ് ബോയ് എന്ന് മാറി ഡാർക്ക് ചോക്ലേറ്റ് സ്റ്റാർ ആയിട്ട് ഒരു വരവായിരിക്കും. സ്ക്രിപ്റ്റ് തന്നു, വായിച്ചു. സ്ക്രിപ്റ്റ് തന്നില്ലെങ്കിലും അഭിനയിക്കും, അത് വേറെ കാര്യം. ഇവരുടെയൊക്കെ കൂടെ പിടിച്ചു നിൽക്കാന്ന് പറയുന്നത് ഇച്ചിരി പാടായിരുന്നു. സുഖമുണ്ട്. എന്റെ കണ്ണൊക്കെ അവരുടെ ഒരു കംഫർട്ട് ലെവൽ നോക്കി അവരെ കൊണ്ട് ഏറ്റവും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിച്ചെടുക്കാൻ മുടിക്കുള്ള ആളാണ്. ഭീഷ്മയിൽ ഒരു സീനിലുണ്ട് ബിരിയാണി ഉണ്ട് മണിയമ്മ ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് അമല് പരീക്ഷ എന്റെ ദൈവമേ ഒരു സമയത്ത് ഞാൻ മതിയായില്ലേ കോവിഡ് സമയത്ത് ബിരിയാണി പരീക്ഷ. പലപ്പോഴും ഇപ്പോഴത്തെ ഇതിനകത്ത് ഞാൻ പലപ്പോഴും ആ പഴയ സിനിമകൾ കാണുമ്പോൾ ഞാൻ തന്നെ മറന്നു പോകാറുണ്ട് ഞാനാണ് ചെയ്തതെന്നുള്ളത്. അത് വേറൊരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം റൊമാൻറ്റിക് സ്റ്റാർ എന്നുള്ള ടാഗ് കിട്ടുന്നില്ല. ഡാർക്ക് ചോക്ലേറ്റ്, ഹോട്ട് ചോക്ലേറ്റ്. വലിയ ഉപകാരം. ബൊഗൈൻവില്ല ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കൂടുതൽ സംസാരിക്കുന്നതിനേക്കാൾ ഉപരി ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഈ സിനിമയെ പറ്റി ഞങ്ങൾക്ക് ഒന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ശരിക്കും ഒരു ഇന്റർവ്യൂ ചെയ്യാനുണ്ട്. ശരിക്കും അങ്ങനെ ഫീൽ ചെയ്ത് തുടങ്ങിയല്ലേ. ഈ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും വലിയ ഫുഡി ആയിട്ട് തോന്നുന്നത്? എന്റെ പേര് ലൊക്കേഷനിലേക്ക് വരുമ്പോൾ ഗുഡ് മോർണിംഗ് ഗേൾസ് എന്നൊക്കെ പറയുമ്പോൾ ഇവര് ചാക്കോച്ച അഭിലാഷം വന്നില്ലേ? ഞാനല്ല, ഷെഫ് അല്ല, പുള്ളിക്കാട് പോകാന്ന് ചോദിച്ചു. സിനിമ റിലീസ് ആയതിനു ശേഷം ഒരു ഇന്റർവ്യൂ കൂടി എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സ് തുറന്ന് മനസ്സ് തുറക്കണം. 17-ാം തീയതി തന്നെ പോയി സിനിമ കാണാം. 17-ാം തീയതി തന്നെ പോയല്ല, കുറെ ആൾക്കാരും കൂട്ടി ചെറിയ ചളവൊക്കെ ഇറക്കി പറയാം. ഹായ്, ഹലോ, നമസ്കാരം. ബൊഗൈൻവില്ല എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഈ സിനിമയിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത 1 2 4 പേരാണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ടയേർഡായിട്ട് ഇരിക്കാന്ന് എനിക്കറിയാം. ആദ്യം മാമിന്റെ അടുത്ത് തന്നെ ചോദിക്കാം, ഒരു 11 വർഷത്തെ ഒരു ബ്രേക്ക് ഉണ്ടല്ലോ, അപ്പം അതിനു മുമ്പ് ഈ പറഞ്ഞ പ്രൊമോഷൻ പരിപാടികളൊന്നും ഇല്ല. ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ചുരുക്കമാണ്. ഈ ഒരു പ്രൊമോഷൻ വർക്ക് ഭയങ്കര എക്സൈറ്റഡോടെയാണ് കാണുന്നത്, അതോ കുറച്ച് മടി? ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. തുടക്കമല്ലേ പോക മനസ്സിലാവും. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഈ സിനിമയുടെ പോസ്റ്റേഴ്സ് റിലീസായ സമയത്ത് എല്ലാ പ്രൊഫൈലുകളിലും ഈ ഒരു ബോഗൻവില്ല എഫക്റ്റ് ഉണ്ടായിരുന്നു. ഫേസ്ബുക്കിലായാലും മെയിനായിട്ടുള്ള എല്ലാ സ്റ്റാർസിൻ്റെയും ഫാൻസ് ബോഗൻവില്ലയുടെ പോസ്റ്റേഴ്സാണ് ചെയ്തിട്ടുണ്ടായത്. കാരണം ആളുകൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താണ് ഈ സിനിമ, എന്താണ് നിങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട്. എന്താണ് ഈ സിനിമ പ്രേക്ഷകർക്ക് നൽകാൻ വേണ്ടി പോകുന്നത്? സംതിങ് മോർ ദാൻ എ ടിപ്പിക്കൽ അമൽ നീരദ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. സിമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ, ഒറ്റ വരിയിൽ പറയാനാണെങ്കിൽ. കാരണം കൂടുതലൊന്നും പറയരുതെന്നാണ് അമലിന്റെ നിർദ്ദേശം. നമ്മൾ ഒറ്റ വരികൾ മാറ്റി മാറ്റി പിടിച്ചു. ഇപ്പൊ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ചാക്കോച്ചൻ അമൽ നീരദിന്റെ പടത്തിൽ വരുമ്പോൾ ഈ ചോക്ലേറ്റ് ബോയ് എന്ന് മാറി ഡാർക്ക് ചോക്ലേറ്റ് സ്റ്റാർ ആയിട്ട് ഒരു വരവായിരിക്കും. ഇത് അമലിന്റെ പടത്തിൽ വരണമെന്നുള്ള ഏതൊരു ആക്ടറിന്റെ ഒരു ആഗ്രഹമാണ്, അല്ലെങ്കിൽ ഏതൊരു ടെക്നീഷ്യന്റെ ആഗ്രഹമാണ് കൂടെ വർക്ക് ചെയ്യുന്നുള്ളത്. അപ്പൊ അത് എല്ലാ അർത്ഥത്തിലും ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിലാണെങ്കിലും, അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ പാർട്ട്ണർ എന്നുള്ള രീതിയിലാണെങ്കിലും, ആസ് എൻ ഓഡിയൻ എന്നുള്ള രീതിയിലാണെങ്കിലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു മൂവിയാണ് ബൊഗൈൻവില്ല. പ്രത്യേകിച്ച് അത് തിയേറ്ററിൽ തന്നെ കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിന് പുറത്ത്. കാരണം ഒരു അമൽ നീരദ് മൂവി തീർച്ചയായിട്ടും ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന, ഡിസേർവ് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒക്ടോബർ 17 റിലീസ് ചെയ്യുമ്പോൾ ഈക്വലി ത്രില്ലാണ് ബാക്കി എല്ലാവരെയും പോലെ ഞാനും ബൊഗൈൻവില്ല എന്നുള്ള സിനിമ തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ട്. ഈ അമൽ നീരദ് പടങ്ങൾ ഭയങ്കര സ്റ്റൈലിഷ് ആയിരിക്കും. അതിപ്പോൾ പോസ്റ്റർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതുപോലെ വളരെ റെയർ ആയിട്ടാണ് ഈ 11 വർഷത്തെ മാമിനെ കാണാൻ. അതിൻ്റെ ഏറെ സ്റ്റൈലിഷ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് ഇപ്പം 2ാമത്തെ സോങ് ഇറങ്ങി, അതിൽ ഫുള്ളൊരു മേക്ക് ഓവറാണ്. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടൊരു മേക്ക് ഓവറാണോ അതോ ഒരു ചേഞ്ച് വേണം? ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ മുടി മുറിച്ചു. എനിക്ക് കുറച്ചും കൂടി ലെങ്ത് ഉണ്ടായിരുന്നു മുടി. അത് സിനിമയുടെ ക്യാരക്ടറിനും ഇതൊക്കെ ആയിട്ട് അത് അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടായത്.
ഞങ്ങള് കുറച്ച് മുമ്പ് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളിപ്പം മുട്ട അടിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ചോദിക്കും, പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ചേരുന്ന ഒരു ഹെയർ സ്റ്റൈൽ. കർത്താവിന് സ്തുതിയാണ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു ഗാനം എന്ന് പറയുന്നത്. എപ്പോഴും ചാക്കോച്ചനാണ് ഡാൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ ആരെയും അടുപ്പിക്കില്ല, മുഴുവനായിട്ട് കൊണ്ടുപോകുന്ന ചാക്കോച്ചനായിരിക്കും. പക്ഷെ ഇതിന്റെ കമന്റ്സ് മുഴുവൻ മാം കൊണ്ടുപോയി നേരിട്ട് എന്നാണ് പറഞ്ഞത്. ഇതിനൊരു റെസ്പോൺസ് എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും ഈ പറയുന്ന പോലെ ഒത്തിരി സ്നേഹത്തോടെയാണ് അത് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് ആളുകൾ. ഇപ്പം പരിചയമില്ലാത്തവർ പോലും വഴിയിൽ കാണുമ്പോൾ ഞാനാണെന്ന്, എസ്പെഷ്യലി എൻ്റെ തല കാണുമ്പോഴാണ് പെട്ടെന്ന് മനസ്സിലാവുന്നത്. കാണുമ്പോൾ അവരുടെ ഇത് സ്നേഹവും അവരുടെ അതിനെക്കുറിച്ചുള്ള എക്സൈറ്റ്മെന്റും കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അത്രയൊക്കെ തന്നെ. ഇപ്പൊ അമൽനീരത്തിന്റെ ഒരു സിനിമയില് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഒരു സീനെങ്കിലും അഭിനയിക്കണമെന്ന്. നിങ്ങൾ ഭീഷ്മപർവം കഴിഞ്ഞിട്ട് ചെയ്യുന്ന അടുത്ത പടമാണ്, അതൊരു ഭയങ്കര ഒരു ലക്ക് ഫാക്ടർ ആയിരിക്കും. എങ്ങനെ ഈ സിനിമയുടെ ഭാഗമാവുന്നത്? അമലേട്ടൻ തന്നെ വിളിച്ചതാണ്. സ്ക്രിപ്റ്റ് തന്നു, വായിച്ചു. സ്ക്രിപ്റ്റ് തന്നില്ലെങ്കിലും അഭിനയിക്കും, അത് വേറെ കാര്യം. പക്ഷേ ചേട്ടൻ സ്ക്രിപ്റ്റ് വന്ന് വായിച്ചു, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഭയങ്കര ഈ പറഞ്ഞ പോലെ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. ഇത് ഇൻട്രസ്റ്റിംഗ്, ഭയങ്കര കുറച്ച് ഈ ചാക്കോച്ചൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിഫറെൻറ്റ് അമൽനീരത് പടമാണത്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അങ്ങനെയുള്ളൊരു സിനിമയുടെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു സീനെങ്കിലും അഭിനയിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ രണ്ടാമത്തെ സിനിമ ചെയ്യാൻ പറ്റിയത് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് ആണ് കാണുന്നത്. ഇവിടെ ഇതൊക്കെ തന്നെ ഭീഷ്മ കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ ആഗ്രഹിക്കുമല്ലോ നമുക്ക് വീണ്ടും ഒരു അമലേട്ടൻ പടത്തിൽ അഭിനയിക്കണം എന്നുള്ളൊരു. പക്ഷെ അത് അടുത്ത പടത്തിൽ തന്നെ കിട്ടിയത് ഭയങ്കര ബ്ലെസ്സിങ്ങും ഭയങ്കര ഒരു അതാണ് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ അമലേട്ടൻ ഈ ഒരു പടമാണല്ലോ ഭീഷ്മ കഴിഞ്ഞിട്ട് എടുക്കാൻ ഡിസൈഡ് ചെയ്തത്. ഒരു പക്ഷേ ഈ പടം അല്ലായിരുന്നെങ്കിൽ വേറൊരു പടമായിരുന്നെങ്കിൽ മേ ബി ഐ വുഡൻറ്റ് ബി എ പാർട്ട് ഓഫ് ദാറ്റ്. ഇതിൽ ആ ഒരു ക്യാരക്ടർ എനിക്ക് ആപ്റ്റ് ആണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇതിൽ വരാൻ പറ്റിയത്. സോ ഐ എം ഗ്രേറ്റ്ഫുൾ ദാറ്റ് ദിസ് മൂവി ഹാപ്പൻഡ് ഫോർ ഓൾ ഓഫ് us ടു ജോയിൻ ടുഗദർ. മാമിൻ്റെ ഒരു പഴയ ഇന്റർവ്യൂ കണ്ടപ്പോൾ അതിലിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ നിലനിൽക്കാൻ വേണ്ടി സിനിമകൾ ചെയ്യില്ല, നല്ല കഥാപാത്രങ്ങൾ എന്നെ തേടി വരികയാണെങ്കിൽ ഞാൻ സിനിമ ചെയ്യുന്നു. അങ്ങനെ ഒരു തിരിച്ചുവരവ് നടത്തുമ്പോൾ തിരിച്ചുവരുന്നത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എങ്കിലും ഈ ഒരു 11 വർഷത്തെ ഒരു ഗ്യാപ്പ് എടുത്ത അത്തരത്തിലൊരു നല്ല കഥാപാത്രത്തിൻ്റെ കാത്തിരിപ്പ് തന്നെയായിരുന്നു. എങ്ങനെയാണ് അതിനെ പറയേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഓരോ ദിവസവും പോയി നമ്മളിങ്ങനെ പല പല ജീവിതങ്ങൾ ജീവിക്കുകയാണ്, ഓരോരോ ക്യാരക്ടേഴ്സായിട്ട് ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ. അപ്പം നമ്മൾ ഓരോ ദിവസവും പോയിട്ട് ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്കിതൊരു ഭയങ്കര മെക്കാനിക്കൽ പ്രോസസ്സായി കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാരക്ടറിനോട് ജസ്റ്റിസ് ഉണ്ടാവില്ല. ഇത് പക്ഷെ അതൊരു ഭയങ്കര പ്ലാസ്റ്റിക് ഫീലിംഗ് വരും. അങ്ങനെ എനിക്ക് ചെയ്യാൻ ആഗ്രഹമില്ല എന്നാണ് ഞാൻ പറഞ്ഞതെന്ന്. എനിക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും അതിനകത്തൊരു എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ എനിക്കുണ്ടാകണം. അത് ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് ഭയങ്കര സന്തോഷം. പക്ഷെ അത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു എക്സൈറ്റിംഗ് ഫാക്ടർ ഉണ്ടെങ്കിൽ അത് ആസ് ആൻ ആക്ടർ എനിക്ക് കുറച്ചും കൂടി ഒരു എനർജിയാണ്. എൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുന്ന പോലെയാണ്, ഒരു ആക്ടറിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുന്ന പോലെ. സോ ഈ സിനിമയിൽ തീർച്ചയായും അങ്ങനെ ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ ഉണ്ടായിരുന്നു. പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അങ്ങനെ പിന്നെ ദ ഹോൾ ടീം, ഇവരെല്ലാവരും സിനിമയിൽ വളരെ സജീവമായി നിൽക്കുന്ന ആക്ടേഴ്സ്. ഓരോരുത്തരും ഓരോ സിനിമകളിലും പ്രൂവ് ചെയ്ത് ഓരോ ക്യാരക്ടേഴ്സും അടിപൊളി എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരുടെയൊക്കെ കൂടെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പാടായിരുന്നു. സുഖമുണ്ട്. ട്രൂത്ത് പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. കാരണം ഞാൻ ഇത്രയും നാളും അഭിനയിച്ചിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു ടച്ച് പോയി. അതെങ്ങനെയായിരിക്കും തിരിച്ച് ഇനി അങ്ങോട്ട് ഒരു പുതിയൊരു ആക്ടർ വരുന്ന പോലെ തന്നെ അതേ മൈൻഡ് സെറ്റോട് കൂടിയാണ് ഞാൻ വന്നതും. അപ്പോൾ ഇവരെല്ലാവരും ഇപ്പം സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ആ ഇത് പാറ്റേൺ അറിയാം, അവർക്ക് അതിൻ്റെ എങ്ങനെയാണോ ഇതൊക്കെ അവരിപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ പ്രാക്ടീസ്
കുറെ കാലമായിട്ട് വിട്ടു നിൽക്കുന്ന. അപ്പൊ അതുകൊണ്ടുള്ള ഒരു ചെറിയൊരു അങ്കലാപ്പുണ്ടായിരുന്നു. അവൾ നീരുന്ന സെറ്റ് എങ്ങനെയാ ശരിക്കും? അവിടെ ഇവിടെ ആയിട്ട് ആളുകൾ പറയുമ്പോൾ അടിപൊളിയാണ്, ഷൂട്ടിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മിസ് ചെയ്യാറുണ്ട് എന്നൊക്കെ പറയും. എങ്ങനെയാ ശരിക്കും? ഷൂട്ടിംഗ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ശരിക്കും മിസ് ചെയ്തു. അത് ഭീഷ്മപുരം ചെയ്ത് കഴിഞ്ഞപ്പം ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ ആ സമയത്ത് ഇനി അങ്ങനെ ഒരു സിനിമ എങ്ങനെയാ, ഇനി ഇതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് എപ്പോൾ കിട്ടും, ആ ഭയങ്കര മിസ്സിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് ബൊഗെയിൻ വില്ലയിലോട്ട് വന്നപ്പോഴേക്കും വീണ്ടും ഇനി എപ്പോഴാ ഇങ്ങനെ ഒരു സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അത് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആണ് ടു വർക്ക് വിത്ത് അമലേട്ടൻ. സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആദ്യത്തെ എക്സ്പീരിയൻസ് ആണല്ലോ, ആഗ്രഹിച്ച സംഭവമാണല്ലോ. എങ്ങനെയുണ്ടായിരുന്നു? ഒരുപാട് ഡയറക്ടർ കൂടെ വർക്ക് ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ ഒരു അമല് വളരെ കൂളാണ്. നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നിർത്താനായിട്ട് ശ്രമിക്കും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ അൺകംഫർട്ടബിൾ ആണെങ്കിൽ പോലും അത് നമ്മൾ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എല്ലാവരെയും അത്യാവശ്യം പാമ്പർ ചെയ്ത് അവരുടെ ഒരു കംഫർട്ട് ലെവൽ നോക്കി അവരെ കൊണ്ട് ഏറ്റവും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിച്ചെടുക്കാൻ മിടുക്കുള്ള ആളാണ്. അപ്പോൾ ദാറ്റ് ഷോസ് ഓൺ ദ സ്ക്രീൻ. കാരണം അതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ഫ്രെയിമിൽ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പോലും ഏറ്റവും സ്റ്റൈലൈസ്ഡ് ആയിട്ടാണ് അതിനൊരു ഔട്ട് വരുന്നത്. അതിൽ എന്തോ ഒരു മാജിക് പുള്ളി കാണിക്കാറുണ്ട്. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല. കാരണം പ്രത്യേകം ഗിമിക്സുള്ള ക്യാമറ നമ്മൾ യൂസ് ചെയ്യാറില്ല. പക്ഷെ സംഭവം ഒരു ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ അത് നമുക്കറിയാനായിട്ട് സാധിക്കും ഒരു അമലിൻ്റെ ഫ്രെയിമാണ് എന്നുള്ളത്. അത് ഈക്വലി എക്സൈറ്റഡ് ആണ്. തിയേറ്ററിൽ കാണാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. ഞങ്ങളും ഇപ്പോൾ ഹസ്ബൻഡിനെ കുറിച്ച് ഇത്ര ആളുകൾ അവരുടെ വർക്കിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ്. കൂടുതൽ അറിയുന്ന ഒരാളല്ലേ. നമുക്ക് ആർക്കും അറിയാത്ത എന്തെങ്കിലും ഒരു ഇനി പുറത്തുവരുന്ന എന്തെങ്കിലും ടാലന്റ് ഉണ്ടോ അദ്ദേഹത്തിൽ? ഞാൻ നേരത്തെ പറഞ്ഞു നല്ലൊരു കുക്കാന്ന്. ഞാനിപ്പോഴാണ് അറിയുന്നത്. ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. കുറേ കാര്യങ്ങളല്ല, പക്ഷെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നല്ല. കാരണം അമല് പഠിക്കാൻ വീട്ടിൽ നിന്ന് മാറി നിന്ന സമയത്താണ് അമ്മ പറയായിരുന്നു, അമലിന്റെ അമ്മ ഫോൺ ചെയ്ത് ചോദിക്കും, അമ്മ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണ്ടേ? അപ്പൊ അമ്മ ഫോണിൽ കൂടി പറഞ്ഞു കൊടുത്ത് അത് പുള്ളി പരീക്ഷിച്ച് അങ്ങനെ ഒരു ബാച്ചിലറായിട്ട് താമസിച്ച സമയത്താണ് കുക്കിംഗ് പഠിച്ചത്. നല്ലപോലെ ഭക്ഷണം വെക്കും. ഉണ്ടാക്കി തന്ന ഒരു ഫുഡ് ഐറ്റം എന്തെങ്കിലും? ചോറ്, മോര് കറി. പുള്ളിക്കാരി വെജിറ്റേറിയൻ ആണ്, അതുകൊണ്ട് പുള്ളി ബീഫ് വെക്കും, നോൺ വെജ് എല്ലാം വെക്കും. പക്ഷെ എനിക്ക് വെച്ച് തരാവുന്ന ഒരു പരിധിയുണ്ട്. അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കും. അതുപോലെ ബിരിയാണി കുറെ. ഭീഷ്മയിൽ ഒരു സീനിലുണ്ട് ബിരിയാണി ഉണ്ടല്ലോ, മടിയമ്മ ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് അമല് പരീക്ഷ എന്റെ ദൈവമേ, ഒരു സമയത്ത് ഞാൻ ദൈവമേ മതിയായില്ലേ, കോവിഡ് സമയത്ത് ബിരിയാണി പരീക്ഷ. അത് ശരിക്കും അത് ലൈഫിൽ ഉണ്ടായിരുന്ന റെഫറൻസ് തന്നെയാണത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഒരുപാട് കഥാപാത്രങ്ങളുടെ ഞങ്ങൾ ഞെട്ടിക്കുകയും എന്റർടൈൻമെന്റ് ചെയ്യിപ്പിച്ച ആളുകളല്ലേ. നിങ്ങളിലെ നടനെ നിങ്ങൾ വിലയിരുത്താറുണ്ടോ എപ്പോഴെങ്കിലും? വെരി ടഫ് ക്വസ്റ്റ്യൻ. വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് ഞാൻ. അതെപ്പോഴും നമ്മൾ ആസ് ആക്ടേഴ്സ് നമുക്ക് എപ്പോഴും നമ്മളെ സ്ക്രീനിൽ കാണുമ്പോൾ ഇനിയും ചെയ്യാം നമ്മളെ തന്നെയായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ക്രിട്ടിക്. ലൈക്ക് ഇനിയും നന്നായി ചെയ്യാം എന്നേ നമുക്ക് തോന്നും. നമുക്ക് ഒരിക്കലും തോന്നൂല നന്നായി ചെയ്തു, ഇനി കൂടുതൽ ചെയ്യാനില്ല എന്ന് ഒരിക്കലും തോന്നൂല നമുക്ക്. അതന്നെ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് ഞാൻ ഇപ്പോഴും. വിലയിരുത്തുക എന്നതിനപ്പുറം നമ്മളത് റീവർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. നമ്മൾ ഏതൊക്കെ രീതിയിൽ നമ്മളെ ഡിഫറെൻ്റ് ആയിട്ട് കാണാനായിട്ടും പ്രസൻറ്റ് ചെയ്യാനായിട്ടും സാധിക്കും എന്നുള്ളതും നമ്മളെക്കാളും അത് നമ്മളെ വേറെ രീതിയിൽ കാണാനായിട്ട് സാധിക്കുന്ന ക്രിയേറ്റേഴ്സ് ഉള്ളത് ഒരു ഭാഗ്യമാണ്. ഇപ്പം മലയാള സിനിമയിൽ പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു വൈഡ് സെനാരിയോ ഉണ്ട് തീർച്ചയായിട്ടും. അത് ടെക്നീഷ്യൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ക്രിയേറ്റേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും സിനിമകളും സബ്ജക്റ്റുകളും സംഭവിക്കുന്നു. ആ രീതിയിൽ വളരെ ബെസ്റ്റാണ് മലയാളം സിനിമ ആക്ച്വലി. മാമിൻ്റെ ചെയ്ത സിനിമകളിൽ ഓർക്കുമ്പോൾ എൻ്റെ വീടും അപ്പൻ്റെയും ആ കഥാപാത്രം ഇപ്പോഴും ആളുകൾ ഓർത്ത് വെക്കാറുണ്ട്. അപ്പോൾ ചേരായിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ട് ഇതുവരെയായിട്ടും ആ സിനിമ ഞാൻ കണ്ടു തീർത്തിട്ടില്ല, കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാണ്. ആ സിനിമ ഓർക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നൊരു കാര്യം. ഞാൻ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞേ, പലപ്പോഴും ഇപ്പോഴത്തെ ഇതിനകത്ത് ഞാൻ പലപ്പോഴും ആ പഴയ സിനിമകൾ കാണുമ്പോൾ
ഞാൻ തന്നെ മറന്നു പോകാറുണ്ട് ഞാനാണ് ചെയ്തതെന്നുള്ളത്. അത് വേറൊരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം. കുറേ കാലമായിട്ട് ചിലപ്പം നമുക്ക് തന്നെ ഇത് ഞാനാണോ ചെയ്തത് എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. ആ സിനിമ ഭയങ്കര ഒരു എൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു എൻ്റെ കരിയറിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ആളുകളുടെ ഒത്തിരി അക്സെപ്റ്റൻസ് കിട്ടിയൊരു സിനിമയാണ്. അതിനകത്ത് ഭയങ്കര ഇമോഷണലി ഡ്രെയിനിങ് ആയിട്ട് ആക്ടേഴ്സിന് തോന്നിയിട്ടുള്ളൊരു സിനിമയാണ്. പിന്നെന്താ, ഇതൊക്കെ തന്നെയാണ്. ഇപ്പൊ പഴയ ഡയലോഗുകൾ, ഇപ്പൊ അടിച്ചു കയറുക, അതുപോലെ സുരേഷ് കൃഷ്ണന്റെ ഇപ്പൊ കൺവിൻസിങ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പഴയ കാര്യങ്ങൾ ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ടല്ലോ. നിങ്ങൾ അതുപോലെ ഒരുപാട് സിനിമകൾ ചെയ്തില്ല. നിങ്ങൾക്ക് സ്വയം ഒരു പേരിടാൻ പറഞ്ഞ അല്ലെങ്കിൽ പരസ്പരം ഒരു പേരിടാൻ പറഞ്ഞ എന്തായിരിക്കും? ഈ കൺവിൻസിങ് സ്റ്റാർ പോലെ അങ്ങനെ എനിക്കെന്നാലും റൊമാൻറ്റിക് സ്റ്റാർ എന്നുള്ള ടാഗ് കിട്ടുന്നില്ല. അത് ഓൾറെഡി കിട്ടിയില്ല, ആളുകൾ അങ്ങനെ തന്നെയല്ലേ ഓർക്ക. നിങ്ങളൊരു പേര് കൊടുക്ക അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെയാണെങ്കിൽ ചാക്കോച്ചന് ഏത് സ്റ്റാർ പദവിയായിരിക്കും കൊടുക്കുക? ചോക്ലേറ്റ് സ്റ്റാർ. ചോക്ലേറ്റ് ബോയ് അല്ലേ? ഡാർക്ക് ചോക്ലേറ്റ്, ഹോട്ട് ചോക്ലേറ്റ്. വലിയ ഉപകാരം. ഇപ്പൊ ഈ കോമഡി ചെയ്ത് സീരിയസ് കഥാപാത്രങ്ങൾ ചെയ്യുമ്പം അത് വളരെ വലിയ രീതിയിൽ ഇപ്പൊ അവാർഡുകൾ കിട്ടുകയും ആൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്, ഓ പണ്ട് കോമഡി ചെയ്ത ആള് വലിയ സീരിയസ് കഥാപാത്രങ്ങൾ ചെയ്യുന്നു പറയും. അതുപോലെ സീരിയസ് കഥാപാത്രങ്ങൾ ചെയ്തവർ കോമഡി കഥാപാത്രങ്ങൾ ചെയ്യും. ഈ ചോക്ലേറ്റ് ബോയ്, റൊമാൻറ്റിക് ഹീറോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ശ്രമമായിരുന്നു ഒരു സെൽഫായിട്ട് എടുത്തിട്ടുള്ളത്? ഇപ്പം വളരെ ഏത് കഥാപാത്രങ്ങളും ചെയ്യാമെന്ന രീതിയിൽ ചാക്കോച്ചൻ മാറിക്കഴിഞ്ഞു. അതിന് ചാക്കോച്ചനെടുത്ത ഒരു ഹാർഡ് വർക്ക് ഉണ്ടാവില്ലേ? അതെന്തായാലും ഉറപ്പായിട്ടുണ്ട്. അത് ഒരുപാട് ഫാക്ടേഴ്സ് തന്നെ അതിന് വേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം ഹാർഡ് വർക്ക് ഉണ്ട്, നമ്മൾ മാറാൻ വേണ്ടിയിട്ടുള്ള മനഃപൂർവ്വമായിട്ടുള്ള ചേഞ്ചസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. മറ്റത് അന്ന് ഒരു സമയത്ത് അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനത്തെ രീതിയിലുള്ള മാറ്റങ്ങൾ. പിന്നെ EMI അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഏത് രീതിയിലും ഏതറ്റം വരെ നമ്മൾ പോകാനായിട്ട് റെഡി ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഫണ്ണി പാട്ടപ്പാ സിനിമയെ സ്നേഹിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയ മാറ്റം സംഭവിച്ചിട്ടുള്ളത്. തുടക്ക സമയത്ത് അങ്ങനത്തെ ഒരു ആഗ്രഹമില്ലായിരുന്നു. പിന്നീട് വരുമ്പോൾ സിനിമയെ ആഗ്രഹിച്ച് സ്നേഹിച്ച് വന്നതിൻ്റെ മാറ്റങ്ങളാണ് ഉള്ളത്. അതിൽ ഹാർഡ് വർക്കുണ്ട്, ലക്കുണ്ട്, പലരുടെയും ആഗ്രഹങ്ങളുടെ ഒരു എനിക്ക് തോന്നുന്നു എൻ്റെ അപ്പൻ്റെയൊക്കെ ആഗ്രഹത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും ഇപ്പം എനിക്ക് കിട്ടുന്ന ഈ ഒരു അപ്രീസിയേഷൻ, അക്സെപ്റ്റൻസ് ഒക്കെ. ഇപ്പൊ പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് ഒരേ കഥാപാത്രം തന്നെ റിപ്പീറ്റിൽ പല ക്യാരക്ടർ ചെയ്യുമ്പോൾ ചെയ്തു വെച്ച ക്യാരക്ടറായിട്ട് എവിടെയെങ്കിലും ഒരു കണക്ഷൻ ഫീൽ ചെയ്യും. ഇപ്പോൾ ഷൂട്ടിംഗ് സമയത്ത് നിങ്ങളത് ഫേസ് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ മറ്റൊരു കഥാപാത്രങ്ങളും ചെയ്തു വെച്ച കഥാപാത്രമായിട്ട് ഒരിക്കലും മാച്ച് ഫീൽ ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും സിനിമകളിൽ ഷൂട്ടിംഗ് സമയത്ത്? അങ്ങനത്തെ ട്രേറ്റ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട് ചില ക്യാരക്ടേഴ്സിനൊക്കെ ഇടയ്ക്കൊക്കെ. പക്ഷെ അതൊരു ഫിലിം മേക്കർ ആണ്. അപ്പം ഓരോ ഡയറക്ടറാണല്ലോ, അവരുടെ വിഷനാണല്ലോ. അപ്പം എന്തെങ്കിലുമൊക്കെ ട്രേറ്റ്സ് ഉണ്ടെങ്കിലും പുള്ളിയുടെ ഒരു വിഷനിൽ വരുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള സ്റ്റൈലിൽ വ്യത്യാസം വരും. അപ്പം അങ്ങനെ ഭയങ്കര ഇതായിട്ട് അങ്ങനെ ഫീൽ ചെയ്യാറില്ല. അത് ഉണ്ടെങ്കിൽ തന്നെ അത് മാക്സിമം നമുക്ക് ഫീൽ ചെയ്ത് തന്നെ അതെങ്ങനെ മാറ്റി പിടിക്കാം എന്നുള്ളതാണ് ശ്രമിക്കാറുള്ളത്. ഓക്കെ. ഈ ബൊഹൈൻവില്ലെ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കൂടുതലായിട്ട് സംസാരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഈ ബൊഗൈൻവില്ല ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കൂടുതൽ സംസാരിക്കുന്നതിനേക്കാൾ ഉപരി ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഈ സിനിമയെ പറ്റി ഞങ്ങൾക്ക് ഒന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. റിലീസിന് മുമ്പ് റിലീസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഞങ്ങൾക്ക് ശരിക്കും ഒന്നും കുറച്ചൊരു ഇന്റർവ്യൂ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് കൊടുക്കണം എന്നുള്ളതാണ്. ഇനി ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുന്ന് തനിയെ ഇന്റർവ്യൂ ഇതുവരെ ചെയ്യാത്ത ചാക്കോച്ചനൊക്കെയാണോ? എന്തെങ്കിലും ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ചാക്കോച്ചനായിരിക്കും ഇതിൽ കാണാം. ഇതിൽ ഞാൻ ഒരുപാട് ഡോക്ടർ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. നേരത്തെ ചോദ്യം ചോദിച്ചല്ലോ, നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ക്യാരക്ടേഴ്സുമായിട്ട് ചെയ്തു വെച്ച ക്യാരക്ടർ വേറെ സിനിമയിൽ അതേ ക്യാരക്ടർ ചെയ്യുമ്പോൾ എന്താണ് മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുക എന്നുള്ളത്. ഇപ്പം
ട്രാഫിക്കിൽ ഞാൻ ഡോക്ടർ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, അതേപോലെ വൈറസിൽ ഡോക്ടർ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇതിലൊരു ഡോക്ടറാണ്. പക്ഷേ എല്ലാ ക്യാരക്ടേഴ്സും ഡിഫറെൻ്റ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു നമുക്ക് കിട്ടുന്നൊരു ഹൈ. അത് ഏത് രീതിയിൽ ഡിഫർ ചെയ്യുന്നു എന്നുള്ളത് സിനിമ ഇറങ്ങുമ്പോഴാണ്, പ്രത്യേകിച്ച് ബോഗൻവില്ലയുടെ കാര്യത്തിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ശരിക്കും ഒരു ഇന്റർവ്യൂ ചെയ്യാനുണ്ട്. ശരിക്കും അങ്ങനെ ഫീൽ ചെയ്ത് തുടങ്ങിയല്ലേ? ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇതിങ്ങനെ മാറ്റി മറിച്ചും ഇത് സംസാരിക്കണം. ഇപ്പൊ നിങ്ങൾ ഒരുമിച്ച് സെറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങളെ കൂടെ ഇരിക്കുമ്പോ ഒരു വൈബ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. തമാശകൾ പറയാൻ, ഭയങ്കര ഫുഡ് ആയിരിക്കാം നിങ്ങളുടെ അതെങ്ങനെ ഊഹിച്ച് ഫുഡ് നിങ്ങൾ ഷെയറിംഗ് ഒക്കെ ഈ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും വലിയ ഫുഡ് ആയിട്ട് തോന്നുന്നുള്ളത്? എന്റെ പേര് അത് നേരത്തെ ഫുഡിന് പറയുമ്പോഴേ എന്ത് ഇവിടെ പോകുന്ന ലഞ്ച് കഴിക്കുന്നത് കണ്ടാണ്. ശരിയാണോ? ഈ ഇന്റർവ്യൂല് എന്തെങ്കിലും ശരിയായിട്ടുണ്ടെങ്കിൽ പിന്നെ അല്ലാതെ ഇവിടെ ആരായിരിക്കും ഫുഡ് ഉണ്ടാവുക? ഇവര് ഡയറ്റിംഗ് ഏറ്റവും കുറവ് കഴിക്കുന്നത് ശ്രുതിയാണ്. ഞങ്ങൾ ചാക്കോച്ചനെ കുറെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ചാക്കോച്ചന്റെ ഷെഫിനോട് എന്തായിരുന്നു ഉണ്ടാക്കണേ? അതെ, ചാക്കോച്ചിനെ കാണുന്നതിനേക്കാൾ എക്സൈറ്റ്മെന്റ് ആണ് ചാക്കോച്ചന്റെ ഷെഫിനെ കാണുന്നത്. ഞാൻ ലൊക്കേഷനിലേക്ക് വരുമ്പോ ഗുഡ് മോർണിംഗ് ഗേൾസ് എന്നൊക്കെ പറയുമ്പോ ഇവര് ചാക്കോച്ച അഭിലാഷ് വന്നില്ലേ? ഞാനല്ല, ഷെഫ് എന്റെ പുള്ളിക്കാട് പോകുമ്പോഴാണ് ചോദിക്കുന്നത്. നിങ്ങളിപ്പോ അമൽനീരത്തിന്റെ നമുക്ക് ഓരോ സിനിമകൾ വരുമ്പോൾ നമുക്ക് ഭയങ്കര പ്രതീക്ഷയാണല്ലേ, ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള മൂവി. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയുണ്ടോ അദ്ദേഹത്തിന്റെ? അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ഞാൻ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ വിഷ് ചെയ്യണ എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടോ? ഈ ക്യാരക്ടർ ചെയ്തിരുന്നത് അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. എനിക്ക് ബിഗ് ബി മുതൽ ചേട്ടൻ്റെ എല്ലാ സിനിമകളും ഇഷ്ടമാണ്. കുള്ളൻ്റെ ഭാര്യ എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവിയാണ്. യൂബിൻ്റെ പുസ്തകം, ഭീഷ്മപർവം ഫോർ അവർ ഓൺ പേഴ്സണൽ റീസൺസ് വേറെ രീതിയിൽ ഭയങ്കര ഫേവറേറ്റ് ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഫേവറേറ്റ് ബോഗെയിൻവില്ല ആയിരിക്കും. ഞങ്ങളുടെ ഫേവറേറ്റ് ആണ്. ചാക്കോച്ചി ഒരു ഡയറക്ടറായിട്ട് കാണാൻ പറ്റുമോ? ഇപ്പൊ എല്ലാവരും പ്രൊഡക്ഷൻ, ഡയറക്ഷൻ എല്ലാം വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങനെ കാണാനുള്ള ഒരു അവസരം ഉണ്ടാവും. സിനിമയിൽ കാണാൻ പറ്റും. ഇവിടെ ഇല്ല, ഇവിടെ അറിയില്ല, സാധ്യത കാണുന്നുണ്ട്. അറിയില്ല, പ്ലാനിങ്ങില് അയ്യോ ഒന്നുമില്ല. ഇവിടെ എങ്ങനെ ഉണ്ടോ? ഞാനിപ്പോ അങ്ങനെ ചിന്തിക്കുന്നില്ല. ആദ്യം നേരെ ചുവരെ അഭിനയിച്ചൊക്കെ പോട്ടെ. ഓക്കെ, അപ്പൊ ബോഗൻവില്ല തിയേറ്ററിൽ എത്താൻ വേണ്ടിയിട്ട് പോവാണ്. നിങ്ങളെ പോലെ ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്. നിങ്ങൾ ഇപ്പം അപ്ഡേഷൻസ് ഓരോന്ന് വരുമ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാണാൻ വേണ്ടിയിട്ടും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ടും. എന്തായാലും സിനിമ റിലീസ് ആയതിനു ശേഷം ഒരു ഇന്റർവ്യൂ കൂടി എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാം. പ്രേക്ഷകരോട് എന്താ പറയാറുള്ളത് ഈ സിനിമക്ക്? പ്രേക്ഷകരോട് 17-ാം തീയതി തന്നെ പോയി സിനിമ കാണാം. എന്തായാലും തന്നെ പോയല്ല, കുറെ ആൾക്കാരും കൂട്ടി പല പല ദിവസങ്ങളായി ചെറിയ ചളവൊക്കെ ഇറക്കി പറയാം. എല്ലാം ഉണ്ട് അതിൽ. അമൽനീരത് പടമുണ്ട്, ഞങ്ങളും ഉണ്ട്. പോയി കാണാം. എന്തായാലും നിരാശപ്പെടില്ല. ഡെഫിനറ്റ്ലി വിൽ ലവ് വർത്ത് വാച്ച്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോക്ക് ഞങ്ങൾ ഉണ്ടാവും. എല്ലാവിധ ആശംസകളും. താങ്ക് യു. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇരിക്കാം. താങ്ക് യു സോ മച്ച്.